സാധാരണ നല്ല വൃത്തിയുള്ള വസ്ത്രവും ഗാണ്ഡീവവും ഏറ്റിക്കൊണ്ട് നെഞ്ചു വിരിച്ച് തലയുയർത്തിക്കൊണ്ട് കിരീടം ശോഭിപ്പിച്ചു കൊണ്ടുവരുന്ന അർജുനൻ അന്ന് വരുന്നത് തളർന്ന മുഖവുമായിട്ട്, കിരീടവുമില്ല, വാടിക്കൊഴിഞ്ഞ മുഖവുമായിട്ട്, കയ്യിലുള്ള ഗാണ്ഡീവവും നഷ്ടപ്പെട്ട് കീറിപ്പറഞ്ഞ വസ്ത്രവും എടുത്തുകൊണ്ട് ഒരു പ്രാകൃതനെ പോലെ വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, എവിടെയോ ഞാൻ പ്രതീക്ഷിച്ചത് ശരിയാണെന്ന്. വിലോക്യുദ്ദിഗ്ന ഹൃദയോ വിച്ചായ മനുജം നൃപാം പൃച്ഛതിസ്മ സുഹൃന്മധ്യേ സംസ്മരൻ നാരദേരിതം. ചെന്നു ജ്യേഷ്ഠന്റെ കാൽക്കൽ വീണു, നമസ്കരിച്ചു. മുഖത്തേക്ക് നോക്കാതെ അധോവദനമബിന്ധുൻ സജന്തം നയനാബ്ജയോ, ജ്യേഷ്ഠന്റെ പാദങ്ങളിലേക്ക് നമസ്കരിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് ആ കുടുകുടു കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്നു. ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ധർമ്മപുത്രക്ക് മനസ്സ് പടയാൻ തുടങ്ങി. ഉണ്ണിയെ എടുത്തുയർത്തി, സ്വന്തം അനുജനാണല്ലോ, തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ അർജുനൻ? നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന അമ്മയുടെ സഹോദരനായ വസുദേവർക്ക് സുഖം തന്നെയല്ലേ? വസുദേവര് മരിച്ചു എന്നാണ് അദ്ദേഹത്തിന് ആദ്യം തോന്നിയത്. അർജുനനൊന്നും ഉത്തരം പറയുന്നില്ല. ദേവകി അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ഉഗ്രസേന രാജാവിന് സുഖം തന്നെയല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരനായിരിക്കുന്ന ബലരാമസ്വാമിക്ക് സുഖം തന്നെയല്ലേ? കുട്ടികളൊക്കെ പ്രദ്യുമ്നൻ, സാമ്പൻ, അനിരുദ്ധൻ ഇവരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്താ ഉണ്ണിയൊന്നും പറയാത്തത്? നമ്മുടെ പ്രിയങ്കരനായ ശ്രീകൃഷ്ണ ഭഗവാനബി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സല കശ്യൽപുരേ സുധർമായം സുഖമാസ്തേ സുഖൽവദ മംഗളായ ച ലോകാനം ക്ഷേമായ ച ഭവായ ച ആസ്തേ യദുകുലാംബോധോ ആദ്യോ അനന്ത സഖപ്പുമൻ. നമ്മുടെ കൂടെ എന്നുമുണ്ടായി നമ്മളെ ഈ അവസ്ഥയിലെത്തിച്ച നമ്മുടെ പരമമിത്രമായ, നമ്മുടെ എല്ലാമായ, നമ്മുടെ ആത്മാവിന് തുല്യനായ, ആത്മസ്വരൂപനായ കൃഷ്ണന് സുഖം തന്നെയല്ലേ ഉണ്ണി? നീ എന്താ ഒന്നും പറയാത്തത് എന്ന് പറഞ്ഞ്, ഉണ്ണി എന്താ മൗനത്തിലിരിക്കുന്നത്? നീ വല്ല അബദ്ധങ്ങളും ചെയ്തു? നീ രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാതിരുന്നോ? ആരോ നിന്നെ ശരണം പ്രാപിച്ചിട്ട് ക്വചിത്തം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോ ഉപസൃതം സത്വം നാത്യക്ഷി ശരണപ്രഥ. എന്നെ ശരണം പ്രാപിച്ചിട്ട് നീ അവരെ രക്ഷിച്ചില്ല എന്നുണ്ടോ? അതുകൊണ്ടാണോ നീ തളർന്നിരിക്കുന്നത്? അഭിസ്യൽ പര്യഭും കഥാസ്ത്വം സംഭോജ്യൻ വൃദ്ധബാലകൻ ജുഗുപ്സിതം കർമ്മകിഞ്ചിൽ കഥവാന്നയതക്ഷമം. എന്തെങ്കിലും നീ തെറ്റ് ചെയ്തു ഉണ്ണി? ആരോടെങ്കിലും എന്തെങ്കിലും അപരാധം ചെയ്തു? എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ നിന്റെ മുഖം ഇങ്ങനെ വാടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ആ അർജുനന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അർജുനന്റെ കണ്ണിൽ നിന്നതാ കണ്ണുനീര് വന്നിട്ട് പറയാൻ പറ്റാത്ത വിധത്തിൽ അർജുനൻ തളർന്നിരിക്കുന്നു. മുഖമെല്ലാം മാറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠനോട് പറയാണ്, വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാം യേന മേ അപ്രദം തേജോ യേന വിസ്മാപനം മഹൽ യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷാം മൃദക പ്രോച്യതേ യഥാ വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാം. എൻ്റെ ബന്ധുവായി, എൻ്റെ സഖാവായി, എൻ്റെ എല്ലാമായിരുന്ന കൃഷ്ണൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയി. ഞാൻ വലിയൊരു വഞ്ചിതനായി തീർന്നു. എനിക്ക് സർവസ്വമായ കൃഷ്ണൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ആയുസറ്റവനായി, തേജസ് പോയവനായി, ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. കൃഷ്ണന്റെ വിയോഗം സഹിക്കാനുള്ള കരുത്ത് ആർക്കുണ്ടായില്ല? അർജുനനുണ്ടായില്ല. പിന്നീട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്ന ഭാഗങ്ങളാണ് അതിമനോഹരമായൊരു ഭാഗം. ഗീത കേട്ട അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിയോഗത്തെ താങ്ങാൻ കഴിവുള്ളവനായിരുന്നില്ല. ഭഗവാനാണെങ്കിലോ തൻ്റെ പ്രിയമിത്രമായ അർജുനനെ എടുത്തിരുന്നുവെങ്കിലും ഭഗവാൻ മനസ്സിലായി, അർജുനൻ ഉയരണമെങ്കിൽ ഇനിയും അർജുനന് ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. ഭഗവാൻ അർജുനനെ അവസാനം ഒരു നിമിഷം പരീക്ഷിച്ചു കളഞ്ഞു.
വിശദ വിവരങ്ങൾക്ക്